നമ്മുടെ നാടും കാടായി മാറി. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയും ഇത് ഉണക്ക സമയത്ത് ഇങ്ങനെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പ്രദേശമാണ്. ഈ പടർപ്പുകളൊക്കെ മാറ്റി വേണം നമുക്ക് ഈ സ്ഥലങ്ങളിൽ കൂടി നടക്കാൻ. എല്ലാ വന്യമൃഗങ്ങളും നമ്മുടെ നാട്ടിൽ ഇല്ലെങ്കിൽ തന്നെ അപൂർവമായി ചില കുഞ്ഞു വന്യമൃഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് മനസ്സിലായില്ലേ. നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടു പോകാം. ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് തോക്കൊന്നും അല്ല കേട്ടോ. ഇതാണ് ഇവിടുത്തെ മുള്ളൻപന്നിയുടെ ആദ്യത്തെ കൂട്. ഇതിനകത്ത് 1ഉം 2ഉം അല്ല, 10ഉം 12ഉമാണ് ഒരുമിച്ചിരിക്കുന്നത്. കണ്ടില്ലേ? മുള്ളൻപന്നിയൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ പാമ്പിരിക്കാനുള്ള സ്ഥലമാവും. ഇപ്പൊ എന്തോണെന്ന് അറിയാൻ വയ്യ. ചിലപ്പോൾ ശബ്ദം കേട്ട് പുറത്തിറങ്ങാത്തയായിരിക്കും. കണ്ടില്ലേ? ഭയങ്കര കുഴിയാണ്. നമസ്കാരം പ്രിയ കൂട്ടുകാരെ. ചെറിയൊരു ഹണ്ടിങ്ങിന് പോവാണ്. ഹണ്ടിങ് എന്ന് പറഞ്ഞാലേ വനപ്രദേശം ഒന്നല്ലേ കാണുന്നത്. എൻ്റെ വീടിനടുത്തുള്ള സ്ഥലമാണ്. ഞങ്ങളുടെ വീട് കഴിഞ്ഞ് താഴെ ഞങ്ങളുടെ പുരയിടത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ്. ഇവിടെ വനം പോലെ കിടക്കാണ്. കാരണം മുള്ളൻപന്നിയും കുറുക്കനും പന്നിയും ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഇന്ന് മുള്ളൻപന്നിയെ കുറേ എണ്ണത്തെ പിടിച്ച് ഫോറസ്റ്റുകാർക്ക് കൊടുക്കണം. പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഓടിച്ചെങ്ങനെ വിടണം. 10ഉം 20ഉം മുള്ളൻപന്നിയാണ് കേട്ടോ. വലിയ ഹോളൊക്കെ ഉണ്ടാക്കി മതിലിൻ്റെ സൈഡെല്ലാം തുരന്ന് കൂട്ടമായിട്ടിരിക്കും. നമ്മൾ ചെല്ലുമ്പോൾ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ചെല്ലുമ്പോൾ ഇറങ്ങൂല. പക്ഷെ രാവിലെ പട്ടി കിടന്ന് ഓടിക്കുന്നുണ്ട്. രാത്രി വീടിൻ്റെ പരിസരത്തെല്ലാം വരും. ഇന്നലെ കുറുക്കനും മുള്ളൻപന്നിയും തമ്മിലുള്ള മത്സരമായിരുന്നു ഇവിടെ. അതുപോലെ പട്ടി കുരയിൽ കുറുക്കനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ, മുള്ളൻപന്നിയായിട്ടുള്ള ഏറ്റുമുട്ടൽ. ഇപ്പം വനത്തിലൊന്നും പോകണ്ട കേട്ടോ. നമ്മുടെ നാട്ടിലിങ്ങനെ ഇരുന്നാൽ മതി. വീട്ടിൻ്റെ പരിസരത്തെല്ലാം മൃഗങ്ങളെ കാണാം. ഇനിയും കരടിയും ആനയും പുലിയൊക്കെയുള്ള വരാൻ. വനപ്രദേശത്ത് പോകുന്ന അതേ ഒരു പ്രതീതിയാണ് ഇവിടെ. ശരിക്കും മരമൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടിരിക്കും. ഇവിടെ കാടായിരുന്നു, എല്ലാം വെട്ടി. ഒരുപാട് മരം ഉണ്ടായിരുന്നു. താഴെ വയൽ പ്രദേശമാണ്. അവിടെ എല്ലാം പന്നിയാണ്. മുള്ളൻപന്നി കൂട്ടമായിട്ടാണ് ഈ താഴെ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര 2-3 ഹോളോട് വലിയ തുരങ്കം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ മുള്ളൻപന്നിയെ ഇന്ന് നമുക്ക് 1-2 അതിനെ പിടിച്ച് വനംവകുപ്പിനെ ഏൽപ്പിക്കണം. അപ്പം അങ്ങോട്ട് പോവുകയാണ്. മുള്ളൻപന്നി മാത്രമല്ല, എല്ലാ പാമ്പും ഉണ്ട്. പിന്നെ കുറുക്കനാണെങ്കിൽ രാത്രി ഒരു രക്ഷയില്ല. രാവിലെ നോക്കി മുള്ളൻപന്നി 2-3 വരിവരിയേ പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പം കാണാം പട്ടികളെൻ്റെ പിന്നാലെ പോകുന്നു. വനംവകുപ്പിനെ അറിയിക്കണം, അല്ലെങ്കിൽ ഇതിനെല്ലാം പിടിക്കാനായിട്ട്. എന്തൊക്കെയാണ് ചെറിയൊരു മുള്ളൻപന്നി പിടിക്കാനുള്ള പരിപാടി ഇറങ്ങിയാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. എല്ലാവരും പിന്നാലെ വന്നോളി. ഇന്ന് മുള്ളൻപന്നിയെ പിടിക്കാനുള്ള പരിപാടിയാണ്. അതിനുള്ള സംവിധാനമൊക്കെയായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ. ആനയ്ക്ക് കൊടുക്കാനുള്ള പന ഇഷ്ടം പോലെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ആനപ്പന. ആനക്കാരെങ്കിലും വന്ന് നമ്മൾ ഈ പന കൊടുക്കുന്നത്. ഇവനെയൊന്നും അല്ല, 4-5 പന ഇങ്ങനെ നിൽക്കുകയാണ്. വലിയ പനയാണ് കേട്ടോ. കൂറ്റൻ പനത്തെ മുകളിലേക്ക് പോയിരുന്നു. അപ്പോൾ നമ്മൾ ഈ മുള്ളൻപന്നിയും കുറുക്കനും ഒക്കെ കാരണം കാടെല്ലാം വെട്ടി. നിങ്ങൾ ബാക്കിൽ കണ്ടോ, അവിടെയൊക്കെ കമ്പിയൊക്കെ വലിച്ച് കിട്ടിക്കണം. അപ്പുറത്ത് കുറച്ച് പേര് ടാറ്റാടെ സ്റ്റീൽ കമ്പിയൊക്കെ ഇട്ടേക്കുവാ പന്നിശല്യം കാരണം. നമ്മളിനി ഇവിടെ നിൽക്കുന്ന ഒരു രക്ഷയില്ല. കാരണം നമ്മൾ നിൽക്കുമ്പോൾ തന്നെയാണ് ഇത് ഓടി മറിയുന്നത്. എന്തായാലും നമുക്ക് പോകാം. നമ്മുടെ വീടിൻ്റെ താഴത്തെ സ്ഥലമാണ് കേട്ടോ. കണ്ട വനം തന്നെയാണ്. നേരത്തെ വലിയ വനമായിരുന്നു, കാട് കാഞ്ഞിരവും. അത് ഇവിടെ നിന്നത്തെ കൈതച്ചക്കയായിരുന്നു. ഈ കൈതച്ചക്ക മൊത്തം പന്നിയെടുത്തുണ്ട് കണ്ട. അപ്പോൾ താഴത്തെ വയലിൻ്റെ അവിടെ കാടെല്ലാം വെട്ടി തെളിച്ച് മുള്ളൻപന്നിയെ പേടിച്ച് അവർ എന്തെല്ലാം ചെയ്തു. പക്ഷെ ഒരു രക്ഷയില്ല. മുള്ളൻപന്നിയുടെ തുരപ്പുണ്ട, എത്ര എണ്ണമാണ് തുറന്നിട്ടേക്കെന്ന് നോക്കെ. ഇവിടുന്ന് ഇങ്ങനെയാണ് കയറി പോകുന്നത് കണ്ടോ. ഇവിടെ മരങ്ങളുടെ ഒരു പ്രളയമായിരുന്നു. പക്ഷെ ഇപ്പം പരമാവധി നമ്മൾ വെട്ടിയിട്ടിരിക്കുകയാണ്. എന്നാലും പന്നി കയറും. ഇനി ഇവിടുന്ന് താഴോട്ട് നെറ്റൊക്കെ അടിച്ചാലേ നമുക്ക് രക്ഷയുള്ളൂ. താഴെ വയലാണ്, കുറേ ഭാഗത്ത് കൃഷിയുണ്ട്. മുള്ളൻപന്നി ഇതുവഴി പന്നി കയറുന്ന വഴി കേട്ടോ. പന്നി കയറി ഇവിടെ എല്ലാം വഴിയായി. കണ്ടില്ലേ? നമ്മൾ ഭയങ്കര മുള്ളൻപന്നിയുടെ കുഴി കാണിച്ചു തരാം. ഇവിടെ എല്ലാം മഴക്കാലമായ അറിയാൻ പോലും പറ്റും. വനം പോലാണ് വനം. വയണയും എന്ന് വേണ്ട കാഞ്ഞിരവും എല്ലാം. ഇത് കണ്ടോ, മുള്ളൻപന്നിയുടെ പണിയാണ്. 1ഉം 2ഉം അല്ല, ആ താഴെയെല്ലാം നിരന്ന് മുള്ളൻപന്നി ഇങ്ങനെ മൊത്തത്തിൽ കുഴി വെച്ചിരിക്കുകയാണ്. കുഴിക്കകത്തോട്ട് നമുക്ക് മുള്ളൻപന്നി കഴിഞ്ഞാൽ എന്തൊക്കെ കയറി ഇറങ്ങുമെന്ന് അറിയാൻ പറ്റത്തില്ല. കണ്ട, പാമ്പിനിരിക്കാനുള്ള സ്ഥലമുണ്ട്. ഇത് കണ്ടോ, മുള്ളൻപന്നി തുരന്ന് ഇത് 1-2 മുള്ളൻപന്നി അല്ല ഇതിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് മുള്ളൻപന്നി ഇരിക്കാന്ന് പറഞ്ഞാൽ മുള്ളൻപന്നി ഇഷ്ടം പോലെ മുള്ളൻപന്നിക്ക് ഇരിക്കാനുള്ള സ്ഥലം. അങ്ങോട്ടെല്ലാം സൈഡിൽ തുറന്ന് വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കാണിക്കുകയാണ്. പക്ഷേ രണ്ട് കാഷ്ടമൊക്കെ കിടക്കുന്നുണ്ട്.
പക്ഷെ പാമ്പിന് ഇരിക്കാനുള്ള സ്ഥലമായി മാറിയത്. അതുപോലെ താഴെ എല്ലാം ഇതുപോലെ ഇഷ്ടം പോലെ കൂട് വെച്ചിട്ടുണ്ട്. കാട് പിടിച്ചു കഴിഞ്ഞാൽ വയലിൻ്റെ ഭാഗമാണ്. ഇവിടെ ആണ് ഇപ്പം കുറേ വെട്ടിത്തെളിച്ചപ്പം ഇവിടുന്നൊക്കെ കുറേ പന്നിയൊക്കെ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് വരുന്നത്. ഈ കൃഷി ചെയ്യാനുള്ള പരിപാടിയാണ് താഴെ. പല വയലിലും കൃഷി ഉണ്ടായിരുന്ന ഇടയ്ക്ക് നിർത്തിയാണ്ട് ഇപ്പം വീണ്ടും കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കരയ്ക്കെല്ലാം ഇതുപോലെ പന്നിയും മുള്ളൻപന്നിയും ഒക്കെ സെറ്റായിരിക്കുകയാണ്. കൃഷിയൊക്കെ തുടങ്ങിയ വീണ്ടും പന്നി കാണും. കമ്പിയേരി കിട്ടില്ലെങ്കിൽ അടുത്ത മുള്ളൻപന്നിയുടെ കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ഇറങ്ങി വരാൻ ഭയങ്കര റിസ്ക്കാണ്. കണ്ടോ? അപ്പോൾ കാര്യമായിട്ട് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഉണ്ടായിരുന്നു, അനക്കമുണ്ട് കേട്ടോ. മുള്ളൻപന്നിയുടെ കുഴിയാണ്. എത്ര മുള്ളൻപന്നി വേണമല്ലോ ഇതിനകത്തിരിക്കും. ഉണ്ടാവും, എനിക്ക് ചിലപ്പോൾ ചാടി വരും. പക്ഷെ നമ്മൾ അനക്കമുണ്ടായിരുന്നു ചിലപ്പോൾ പുറത്തിറങ്ങാത്തതായിരിക്കും. ഉണ്ടല്ലോ, അങ്ങ് അകത്തോട്ടുണ്ട്. എത്ര എണ്ണം വേണമെങ്കിലും ഇതിനകത്തിരിക്കും. വേരൊക്കെ കട്ട് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ? കാടൊക്കെ വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അവിടെ സജീവമായിട്ട് ഇരിക്കുകയാണ്. അതുപോലെ ഈ സൈഡിലെല്ലാം കുഴിയുണ്ടാക്കി. ഇത് കണ്ടോ? ഇതിനകത്തൊക്കെ എന്തൊക്കെ കയറിയിരിക്കും നമുക്കറിയത്തില്ല. ഭയങ്കര പാമ്പൊക്കെ ഇന്നലെ ഇതിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തെല്ലാം പാമ്പുണ്ടെങ്കിൽ ഇത് കയറി പിടിക്കും കേട്ടോ. കണ്ടോ? അങ്ങനെ കംപ്ലീറ്റ് സന്ധ്യ സമയത്തായിരിക്കും ഇറങ്ങുന്നത്. ഈ ഭാഗമൊക്കെ ഭീകര കാടായിരുന്നു, ഇപ്പോൾ വെട്ടിയായിരുന്നു. ഇവിടുന്ന് ഇങ്ങനെ കയറിയാണ് ഇതെല്ലാം വരുന്നത്. ഇത്രയും മണ്ണ് എല്ലാം കുത്തിയെടുത്തിട്ടിരിക്കുകയാണ്. ഇത് വലിയ തുരങ്കം പോലെ ആയി കഴിയുമ്പോൾ പന്നി അവസാനം ഇതിനകത്ത് കയറിയിരിക്കും. ഇവിടെ എല്ലാം ഇങ്ങനെ കുഴികളാണ്. ഇവിടെ കൃഷി ചെയ്യണമെങ്കിൽ ഇനി നെറ്റൊക്കെ ഇട്ടാലേ പറ്റും. കുറച്ച് കൃഷിയൊക്കെ ചെയ്യാൻ നമ്മുടെ കർഷകരെല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കൃഷി ചെയ്യണമെങ്കിൽ വളരെ റിസ്ക്കാണ്. അങ്ങനെ കൃഷി ഇല്ലായിരുന്നിടത്തൊക്കെ വീണ്ടും കൃഷി ആരംഭിച്ചിട്ടുണ്ട്. ഇതേപോലെ നെറ്റ് ഇടും. ഇവിടെ ഭാഗത്ത് നെറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ കാടൊരുമാതിരി വെട്ടി തെളിച്ചു. അവിടെ എല്ലാം ഭയങ്കര പാമ്പുണ്ട് കേട്ടോ. ഇതേപോലെ നെറ്റ് ഇട്ടാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരുപാട് വൻ കുഴികളാണ് നമ്മുടെ ഈ വയലിൻ്റെ ഭാഗത്തുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ അങ്ങ് ഭൂമിക്കടിയിലേക്ക് പോയി കാണാം കേട്ടോ. 10, 20, 25 മുള്ളൻപന്നികളായിരിക്കും ഇരിക്കുന്നത്. കാരണം മുള്ളൻപന്നിക്ക് ഇരിക്കാൻ അത്രയും സ്പേസിൽ ചെറിയൊരു ദ്വാരം ഉണ്ടാക്കിയിട്ട് അകത്തോട്ട് വലിയ ദ്വാരങ്ങൾ തുരന്ന് വെച്ചിരിക്കുകയാണ്. നമുക്ക് പിടിക്കാനൊന്നും പറ്റില്ല. ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ വല്ല നെറ്റൊക്കെ ഇട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാരെ ഏൽപ്പിക്കാം. പക്ഷെ നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം ഒരുപാടെണ്ണമുണ്ട്. എത്രണ്ണത്തിനെ പിടിക്കും? ഫോറസ്റ്റുകാരെ അറിയിച്ചാൽ അവർക്കൊന്നും ഇതിനകത്ത് പിടിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇതാണ് നമ്മുടെ വൈൽഡ് ലൈഫ് കാഴ്ചകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആനയും കരടിയും കാട്ടുപോത്തും പുലിയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ കുറുക്കനും മുള്ളൻപന്നിയും പന്നിയും അതുപോലെ വെരുവും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ കാഴ്ചകൾ എന്ന് വനത്തിലാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ നാട്ടിലുള്ള വന്യമൃഗശല്യം എന്ന് പറഞ്ഞ പോലെ നാട്ടിലുള്ള കൃഷി നശിപ്പിക്കുന്ന ജീവികൾ ഒരുപാടുണ്ട്. അവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ നമ്മൾ എല്ലാവരും കമ്പിവേലിയൊക്കെ ഇട്ടിരിക്കണം. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കി പന്നിയും മുള്ളൻപന്നിയും കുറുക്കനൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ കാഴ്ചകളൊക്കെ തരണേ. അപ്പോൾ നമ്മുടെ ചെറിയ കാഴ്ചയാണ്. അങ്ങനെ മുള്ളൻപന്നിയെ പിടിക്കാൻ പോയി, മുള്ളൻപന്നിയെ കിട്ടിയില്ല. മുള്ളൻപന്നി പണി തന്നു, കൂട്ടിയൊന്നും ഇറങ്ങിയില്ല. രാത്രിയിലെ ഇറങ്ങും, ഇനി ശബ്ദം കേട്ട് ഇറങ്ങൂല. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ വേട്ടക്കാഴ്ചകളുമായി വീണ്ടും ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ കൂടി നിങ്ങളുടെ സുരേഷ് ക്ഷേത്രം എത്തും. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.